ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് 2 മുതൽ 5 ലക്ഷം രൂപ വരെ മുതൽ മുടക്കിൽ എങ്ങനെ നാട്ടിലേക്ക് വരുന്ന പ്രവാസികൾക്ക് ബിസിനസ് ചെയ്യാം എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഞാനിതിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടില്ലെങ്കിൽ ഇന്നത്തോടുകൂടി നിങ്ങൾക്ക് ഈ ചാനൽ വാച്ച് ചെയ്ത് നിർത്താം. ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോനെ ഞാൻ 3 ആയിട്ടാണ് തിരിച്ചേക്കണേ. എവിടെ തുടങ്ങണം ബിസിനസ്, രണ്ടാമത്തത് നമ്മളുടെ ഫണ്ട് ഉണ്ടല്ലോ 2 മുതൽ 5 ലക്ഷം രൂപ വരെ ഉള്ളത് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, എവിടെയൊക്കെ നമ്മളുടെ ഫണ്ട് ചിലവഴിക്കണം, മൂന്നാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തുടങ്ങണം. ഈ 3 സ്പ്ലിറ്റിലാണ് ഈ വീഡിയോ വന്നത്. ബിസിനസ് എവിടെ തുടങ്ങണം, പ്രവാസികൾ നാട്ടിലേക്ക് വരുന്നവർ, ചെറിയ മുതൽ മുടക്കമുള്ളവർ, 2 മുതൽ 5 ലക്ഷം രൂപ വരെ മുതൽ മുടക്കാൻ ഉദ്ദേശിക്കുന്നവർ, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈനിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യലാണ്. കാരണം ഇത്രയും ചെറിയൊരു എമൗണ്ടിൽ നിങ്ങളിപ്പോൾ ഒരു ഷോപ്പ് എടുത്താൽ പോലും അതിൻ്റെ സ്റ്റോക്കും ഇൻറ്റീരിയറും കൂടി ആവാൻ നേരത്ത് തന്നെ ഏകദേശം ഈ ഒരു എമൗണ്ട് കവർ ചെയ്ത് പോകും. ഇതിന് മേളിലായിട്ട് നിങ്ങൾക്ക് എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതിലും ഭേദം നിങ്ങൾ ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്ത് സെയിൽ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഫിസിക്കൽ ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ. ഓൺലൈനിൽ ഇത്രയും ചെറിയൊരു എമൗണ്ടിന് നമുക്ക് ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രൊഡക്റ്റിൻ്റെ കൺസെപ്റ്റ് പരീക്ഷിക്കാം, എന്തുമാത്രം വിജയിക്കുമെന്ന് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. പുറത്താകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ലൊക്കേഷൻ കണ്ടെത്തണം, അതിന് അഡ്വാൻസ് കൊടുക്കണം, പിന്നെ അതുപോലെ സ്റ്റോക്ക് എടുക്കണം, ഇൻറ്റീരിയർ വർക്ക് ചെയ്യണം. ഇതെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കും പിന്നെ ഒന്നിനും നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിനൊന്നും കാശില്ലാതെ വരും. അപ്പോൾ ഓൺലൈനിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യലാണ് ഏറ്റവും ബെറ്റർ ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങുന്ന പ്രവാസികൾക്ക്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫണ്ട് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. നിങ്ങളുടെ ഈ മുതൽ മുടക്ക് എവിടെയാണ് ശരിക്കും സ്പെൻഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അധികം ആളുകളും വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെയിൽ ജനറേഷൻ ഇല്ലാത്ത മേഖലകളിൽ ഫണ്ട് സ്പെൻഡ് ചെയ്യും. കുറഞ്ഞ മുതൽ മുടക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ വരുത്തുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് നമുക്ക് സെയിൽ ജനറേഷന് സഹായിക്കാത്ത മേഖലകളിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളുടെ ഫണ്ടിൻ്റെ നല്ലൊരു ഭാഗം തന്നെ നിങ്ങൾ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. ഈ മാർക്കറ്റിംഗ് എന്ന് നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. പലർക്കും അത് എന്താണെന്ന് അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യലായിട്ടുള്ള കസ്റ്റമറെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നു, ആ അട്രാക്റ്റ് ചെയ്ത കസ്റ്റമറെ കൺവേർട്ട് ചെയ്യുന്നു, അതായത് അവരെ കൊണ്ട് നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസോ എടുപ്പിക്കുന്നു. മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കസ്റ്റമറെ നിലനിർത്തുന്നു. ഈ 3ൻ്റെയും കൂടിയുള്ള കോമ്പിനേഷനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഇനീഷ്യലി നമ്മളെ കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സെയിൽ വരുള്ളൂ. ഈ സെയിൽ വന്നാലാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മറ്റ് പ്രോബ്ലംസൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മാർക്കറ്റിങ്ങിൽ നിങ്ങൾ ഒരു നല്ലൊരു തുക തന്നെ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. പക്ഷെ പലരും ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് കാര്യങ്ങൾക്കൊക്കെയാണ് അവരുടെ ഫണ്ട് മാറ്റി വെക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടത്ര കസ്റ്റമർ ഇല്ലാതെ നിങ്ങൾ ബിസിനസ്സിൽ ഞെരുങ്ങും. അങ്ങനെ ഒരു ഞെരുക്കം വന്നു കഴിഞ്ഞാൽ വലിയൊരു പ്രയാസമായിരിക്കും അത്. മാർക്കറ്റിങ്ങിന് നിങ്ങൾ നല്ല രീതിയിൽ ഫണ്ട് സ്പെൻഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത് വേണ്ടത്, നമ്മൾ മാർക്കറ്റിങ്ങിന് ഫണ്ട് ചെയ്യാൻ നേരത്തെ അവിടെ ഒരു ഡിമാൻഡ് വരുമല്ലോ. ഡിമാൻഡ് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് കസ്റ്റമേഴ്സ് വരും. അപ്പോൾ ഈ ഡിമാൻഡിനെ മീറ്റ് ചെയ്യണ സ്റ്റോക്ക് നമ്മുടെ അടുത്ത് വേണം. രണ്ടാമത് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് സ്റ്റോക്കിലാണ്. സ്റ്റോക്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുക. കാരണം കസ്റ്റമേഴ്സിനെ നമ്മൾ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും വേണം. അപ്പോൾ രണ്ടാമത് നമ്മൾ സ്റ്റോക്കിൽ സ്പെൻഡ് ചെയ്യുക. മൂന്നാമതും നാലാമതും ഒക്കെ ആയിട്ടാണ് നിങ്ങൾ മറ്റ് ലോഗോ, അതുപോലെ ലീഗൽ കാര്യങ്ങൾ, മറ്റ് എന്താ പറയുക, ലൊക്കേഷൻ എടുക്കുക, ഫിസിക്കൽ ലൊക്കേഷൻ സ്റ്റോർ ചെയ്യുക, അതിൻ്റെ അകത്ത് ഫർണിച്ചർ വെക്കുക, പിന്നെ അതുപോലെ തന്നെ എംപ്ലോയീസിനെ ഹയർ ചെയ്യുക. ഇതുപോലത്തുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ലാസ്റ്റ് മണി സ്പെൻഡ് ചെയ്യുക. ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അധികം ആളുകളും ചെയ്യണം എങ്ങനെയാണെന്നറിയോ, നേരെ ഓപ്പോസിറ്റിലാണ് ചെയ്യാറ്. ലീഗൽ കാര്യങ്ങൾക്ക് ലോഗോക്കൊക്കെ വേണ്ടി ഒരുപാട് ടൈമും മണിയൊക്കെ സ്പെൻഡ് ചെയ്യുക. പിന്നെ അതുപോലെ മറ്റ് ലീഗൽ കാര്യങ്ങൾ, പിന്നെ ഫിസിക്കൽ ലൊക്കേഷൻ എടുക്കുക, അവിടെ ഫർണിച്ചർ വെക്കുക, പിന്നെ അത് മോടി പിടിപ്പിക്കുക, അതിൻ്റെ ഇൻറ്റീരിയറിൽ ഫോക്കസ് ചെയ്യുക, എംപ്ലോയീസിനെ ഹയർ ചെയ്യുക, വാഹനം വാങ്ങുക, ഇതേപോലത്തെ സംഗതികളിൽ ഇതൊന്നും നമുക്ക് ഡയറക്റ്റ്ലി സെയിൽ ജനറേറ്റ് ചെയ്യാൻ സഹായിക്കണ ഒന്നല്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മാർക്കറ്റിങ്ങിൽ ഫോക്കസ് ചെയ്യുക, രണ്ടാമത് സ്റ്റോക്കിൽ ഫോക്കസ് ചെയ്യുക, മൂന്നാമതും നാലാമതും അഞ്ചാമതും ഒക്കെ ആയിട്ടാണ് മറ്റ് കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്. ഇതിങ്ങനെ വന്നില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഞെരുക്കം ഉണ്ടാവും. നമ്മുടെ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് ഇറക്കിയിട്ട് പിന്നെ എന്തും ചെയ്യാം. ബിസിനസ്സിലേക്ക് ഇൻകം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇൻകം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം. നല്ല എംപ്ലോയീസിനെ ഹയർ ചെയ്യാം, നല്ല ലീഗൽ ടീമിനെ വെക്കാം, അതുപോലെ തന്നെ ഫിസിക്കൽ ലൊക്കേഷൻ നല്ലത് നമുക്ക് സെലക്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മളുടെ ആ കൺസെപ്റ്റ് സക്സസ്ഫുൾ ആവണ വരെ നിങ്ങളിപ്പോൾ ഒരു ടേബിൾ പോലും വാങ്ങിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക.
ആ ബിസിനസ്സിലേക്ക് വന്ന കസ്റ്റമേഴ്സിന് നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണമല്ലോ, അതിനുള്ള സ്റ്റോക്കും. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ തുടക്കത്തിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ എമൗണ്ട് വേറൊരു സ്ഥലത്തും വേസ്റ്റ് ആവാതിരിക്കാനാണ് ഞാൻ പറയണത്. ഏറ്റവും എഫിഷ്യൻ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണത് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോയാലാണ്. ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ട്രാപ്പുകളിൽ പോയി ചാടും. അതിൽ 1-2 എണ്ണം ഞാൻ പറയാം. ഇപ്പം നമ്മൾ ഫണ്ട് ഇപ്പോൾ 5 ലക്ഷം രൂപ നിങ്ങളുടെ അടുത്തുണ്ട്, ഒരു 3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഫണ്ട് കുറച്ച് മാർക്കറ്റിങ്ങിനും സ്റ്റോക്കിനുമായിട്ട് മാറ്റി വെച്ചു. പിന്നെയും കുറച്ച് ഫണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പലരും ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാലൻസ് ഉണ്ടല്ലോ ഇനി ബാക്കി എന്തൊക്കെയാണെന്ന് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് ഉള്ള അനാവശ്യമായിട്ട് ഡയറക്റ്റ് സെയിൽ ജനറേറ്റ് ചെയ്യാത്ത മേഖലകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഇവിടെ വരാൻ പോണ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുകയുള്ളൂ. മാർക്കറ്റിംഗ് എന്താണെന്ന് ഞാൻ വിശദീകരിച്ചു. കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. ഈ കൊണ്ടുവന്ന കസ്റ്റമേഴ്സ് നമ്മൾ അവരെ അട്രാക്റ്റ് ചെയ്യാൻ നേരത്ത് ചില സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓർഡറുകൾ വരും. നല്ല രീതിയിൽ ഓർഡർ വരാൻ നേരത്ത് നിങ്ങൾക്ക് സ്റ്റോക്ക് ഒരു ലിമിറ്റഡ് ആയിരിക്കും ഉണ്ടാവുള്ളൂ. ഇനീഷ്യലി ലിമിറ്റഡ് സ്റ്റോക്ക് എടുത്താൽ മതി. അതാണ് ശരിക്കും ബുദ്ധിപരമായിട്ടുള്ള കാര്യം. ലിമിറ്റഡ് സ്റ്റോക്ക് എടുത്താൽ മതി. നല്ല ഡിമാൻഡ് വരാൻ നേരത്ത് നമ്മുടെ ലിമിറ്റഡ് സ്റ്റോക്ക് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. പിന്നെ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ അടുത്ത് കാശ് വേണം. നമുക്ക് ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കുക, ഓക്കെ വിറ്റതിൽ നിന്ന് നമ്മൾ വിറ്റല്ലോ, അപ്പോൾ കാശ് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് വെച്ച് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്താൽ പോരെ. പക്ഷെ നിങ്ങളുടെ ഡിമാൻഡ് ഇതിനെ കവർ ചെയ്ത് പോയാലോ, നിങ്ങൾക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നതിനെ കവർ ചെയ്ത് ഡിമാൻഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് എന്താ പറയുക, നല്ലൊരു പ്രോബ്ലം ആണെങ്കിലും നമുക്ക് ഓർഡേഴ്സ് ഉണ്ട് പക്ഷേ ഫുൾഫിൽ ചെയ്യാൻ പറ്റണില്ല. നല്ലൊരു പ്രോബ്ലം ആണ്, പക്ഷേ നമുക്ക് പെട്ടെന്ന് കുറച്ച് മണി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ കുറച്ച് ഫണ്ട് നിങ്ങൾ റീസ്റ്റോക്കിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. മറ്റ് കാര്യങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് അനാവശ്യമായിട്ടുള്ള വാഹനം അതിൽ സ്റ്റിക്കർ ഒട്ടിക്കുക, ലോഗോക്ക് അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യുക, ഫിസിക്കൽ ലൊക്കേഷൻ എടുത്ത് അവിടെ 10,000-50,000 രൂപയ്ക്കൊക്കെ ഫർണിച്ചർ വെറുതെ വാങ്ങിച്ചിടുക. ഒരാവശ്യമില്ലാത്ത ഓൾറെഡി ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ പുതിയ ഓഫീസിലേക്ക് ഒരു ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ് വീണ്ടും വാങ്ങിക്കുക. ഇത്തരത്തിലുള്ള സംഗതികൾക്കൊന്നും പണം സ്പെൻഡ് ചെയ്യാതെ മാർക്കറ്റിംഗ്, സ്റ്റോക്ക്, ഇതിൽ നിങ്ങൾ ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്നവർ, റിട്ടേൺ വരുന്ന പ്രവാസികൾ, വേറെ ഫിസിക്കൽ ലൊക്കേഷനൊന്നും എടുക്കാതെ ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്നവർ, മാർക്കറ്റിംഗ്, സ്റ്റോക്ക്, ഇതിൽ രണ്ടിലും നിങ്ങൾ ഫോക്കസ് കൊടുക്കുക. ഇനി മൂന്നാമത്തതും അവസാനത്തതുമായിട്ടുള്ള സെക്ഷൻ, എന്ത് ബിസിനസ് തുടങ്ങണമെന്നുള്ളത്. ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ചെറിയ ബിസിനസ് ഓണേഴ്സ് നേരിടുന്ന ഏറ്റവും വലിയ 2 പ്രശ്നങ്ങളാണുള്ളത്. നിങ്ങൾ ചെറിയ ബിസിനസ് ചെയ്യുന്നവരോട് ചോദിച്ചു നോക്കിക്കോ. തുടക്കക്കാരായിട്ടുള്ള ചെറിയ ബിസിനസ് ഓണേഴ്സ് നേരിടുന്ന 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, വേണ്ടത്ര കസ്റ്റമേഴ്സിനെ കിട്ടാത്തത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ വന്ന കസ്റ്റമേഴ്സിൽ നിന്ന് വേണ്ടത്ര ലാഭം എടുക്കാൻ പറ്റാത്തത്. വേണ്ടത്ര കസ്റ്റമറെ കിട്ടുന്നില്ല, വേണ്ടത്ര ലാഭം എടുക്കാൻ പറ്റുന്നില്ല. ഇത് 2 മെയിൻ പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം നമ്മൾ ഇനീഷ്യലി തന്നെ സോൾവ് ചെയ്യണം. ഇതിലേക്ക് ചാടി പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കാതെ നമ്മൾ ആ പ്രോബ്ലം നമുക്ക് വരാത്ത കാര്യങ്ങൾ തുടക്കം തന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത് പ്ലാൻ ചെയ്യണം. ഞാൻ നിങ്ങൾക്കത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഓൺലൈനിൽ ബിസിനസ് ചെയ്യാൻ നേരത്ത് കമ്മോഡിറ്റൈസ് ചെയ്യപ്പെട്ട പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യാതിരിക്കുക. എന്താണ് കമ്മോഡിറ്റൈസ് ചെയ്യപ്പെട്ടത്? അതായത് അതിൻ്റെ വില തീരുമാനിക്കുന്നത് സംരംഭകരല്ലായിരിക്കും, അധിക സമയവും മാർക്കറ്റായിരിക്കും അതിൻ്റെ വില തീരുമാനിക്കൽ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര, കടല, ഇതേപോലുള്ള പ്രൊഡക്റ്റുകൾ, കോമൺ ആയിട്ടുള്ള ഗ്രോസറി ഐറ്റംസ്, കറി മസാല പൗഡറുകൾ, ഇത്തരത്തിലുള്ള കോമൺ ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ഓൺലൈനിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മൂവ് ആവില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു പരിധി വിട്ട് നമുക്ക് പ്രൈസ് ചെയ്ത് വില കൂട്ടി വിൽക്കാനായിട്ട് സാധിക്കില്ല. ഇത് നമ്മുടെ സൊസൈറ്റി കമ്മോഡിറ്റൈസ് ചെയ്യപ്പെട്ടേക്കുന്ന ഒരു മേഖലയാണ് ഇതെല്ലാം. കോമൺ ആയിട്ട് കിട്ടുന്ന ഗ്രോസറി ഐറ്റങ്ങളെല്ലാം. അതായത് ഇതിന് ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് മാർക്കറ്റാണ് പിന്നീട് വില തീരുമാനിക്കുക. ബേസിക് എക്കണോമിക്സ് ആണത്. നമുക്ക് ഒരുപാട് കോമ്പറ്റീഷൻ വരാൻ നേരത്ത് സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കുറയും. അപ്പോൾ ഒരുപാട് കമ്മോഡിറ്റൈസ് ചെയ്യപ്പെട്ടേക്കണ പ്രൊഡക്റ്റ് സെക്ഷൻ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അത് ഓൺലൈനിൽ അധിക സമയവും നിങ്ങൾക്ക് തലവേദനയായിരിക്കും കൊണ്ടുവരിക. 2 പ്രോബ്ലംസാണല്ലോ നമ്മൾ നേരിടാൻ പോണത്. ഒന്ന്, കസ്റ്റമറെ കിട്ടാത്തതും വന്ന കസ്റ്റമറിൽ നിന്ന് നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റാത്തതും. കമ്മോഡിറ്റിയിൽ തൊട്ട് കഴിഞ്ഞാൽ ഈ 2 പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് ഇപ്പോൾ നിങ്ങളിൽ എത്ര പേര് ഓൺലൈനിൽ നിന്ന് പഞ്ചസാര വാങ്ങിക്കും? അതായത് ഇൻസ്റ്റഗ്രാം, അതുപോലെ തന്നെ യൂട്യൂബ്, സോഷ്യൽ മീഡിയയിൽ ഒരാളൊരു വീഡിയോ ചെയ്തു, ഞാൻ 1 കിലോ പഞ്ചസാര വെക്കുന്നു എന്നും പറഞ്ഞു. നമ്മൾ ആരും അത് വാങ്ങൂല. 3-4 ദിവസം വെയിറ്റ് ചെയ്ത് നമ്മൾ തൊട്ടടുത്തുള്ള ഗ്രോസറി സ്റ്റോറിൽ പോയിട്ടാണ് അത് വാങ്ങുള്ളൂ. എന്നാൽ നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ടീഷർട്ടാണ് വെക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലേഡീസിൻ്റെ കുർത്തിയാണ് വെക്കുന്നത്. അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊരു 3 ദിവസം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അത്തരം പ്രൊഡക്റ്റുകൾ വാങ്ങിക്കും. അപ്പോൾ കോമൺ ആയിട്ട് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക.
അങ്ങനെ അത്ര ഒരുപാട് പേര് ചെയ്യുന്ന ഇത്തരം പ്രൊഡക്റ്റുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് നമ്മളത് കൊണ്ടുവന്നിരിക്കും. എന്താണെന്ന് വെച്ചാൽ വേണ്ടത്ര ലാഭം എടുക്കാൻ പറ്റില്ല. 1 കിലോ പഞ്ചസാരയ്ക്ക് മാർക്കറ്റ് പറയുന്ന ഒരു പ്രൈസ് ഉണ്ട്, അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് വില കൂട്ടാം, വില കൂട്ടിയോണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷേ സെയിൽ നടക്കില്ല. സെയിൽ നടന്നാൽ തന്നെ അത് നിങ്ങളുടെ സെയിൽസ് വോളിയത്തിനെ ബാധിക്കും, വേണ്ടത്ര എണ്ണത്തിൽ സെയിൽ നടക്കില്ല, അപ്പോൾ അതൊരു പരാജയത്തിൽ കലാശിക്കും. അപ്പോൾ തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ടത് കമ്മോഡിറ്റൈസ് ചെയ്യപ്പെട്ട പ്രൊഡക്റ്റുകളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക എന്നുള്ളതാണ്. ഇനി നമ്മളൊരു ഏരിയയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ ഏതെങ്കിലും ഒരു മേഖല പിടിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ 4 കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ തലവേദനയൊന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഒന്നാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു വിഭാഗം ഓഡിയൻസിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം ഓഡിയൻസിനെ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് നോക്കേണ്ടത് ഏതെങ്കിലും ഒരു സ്മോൾ സെഗ്മെൻറ്റ് ഓഫ് ഓഡിയൻസിനെ നിങ്ങൾ ആദ്യം പിക്ക് ചെയ്യുക. ഉദാഹരണത്തിന് ഇപ്പോൾ ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ്, എന്തെങ്കിലും ബുട്ടീക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ ബ്രൈഡ്സാണ് നിങ്ങളുടെ ഓഡിയൻസ്. ആ ബ്രൈഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു കാറ്റഗറിയാണ് നിങ്ങളുടെ ഓഡിയൻസ്. അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള സർവീസ് ബേസ്ഡ് ആണെങ്കിൽ ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സർവീസൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സാണ്. ഈ ഒരു ഓഡിയൻസിനെ നിങ്ങൾ തുടക്കം തന്നെ ഫിക്സ് ചെയ്യുക. ഏതൊരു വിഭാഗം ഓഡിയൻസിനെയാണ് ഞാൻ സെർവ് ചെയ്യാൻ പോണേന്നുള്ളത് തുടക്കം ഫിക്സ് ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സെലക്ട് ചെയ്ത ആ വിഭാഗം ഓഡിയൻസ് ഉണ്ടല്ലോ, അവർക്ക് നല്ല പർച്ചേസിങ് പവർ ഉണ്ടാവണം. ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്ത ഓഡിയൻസ് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ് ആ ഒരു റേഞ്ചിലുള്ള സ്റ്റുഡൻസിനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെന്ന് വിചാരിക്കുക. ഞാനൊരു ബിസിനസ് തുടങ്ങാൻ നേരത്ത് ഞാൻ ആ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെയാണ് സെലക്ട് ചെയ്തതെന്ന് വിചാരിക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ പർച്ചേസിങ് പവർ ഉള്ളത് ആർക്കാണ്? സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും കുറച്ച് പ്രൈസ് കോൺഷ്യസ് ആയിരിക്കും, കുറച്ച് മിനിമലായിട്ടുള്ള സ്പെൻഡ് ഉള്ളവരായിരിക്കും സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ. അതേസമയം ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സാലറി ഉള്ളതുകൊണ്ട് അവർക്ക് സ്പെൻഡ് ചെയ്യാനുള്ളൊരു പർച്ചേസിങ് പവർ ഉണ്ട്. അപ്പോൾ ഈ 2 ക്ലാസ്സിൽ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഓഡിയൻസിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ നേരത്തെ പർച്ചേസിങ് പവർ ഉള്ള ഓഡിയൻസിനെ നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ടീച്ചറെ സെലക്ട് ചെയ്തായിരിക്കും ഇവിടെ സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നതിനേക്കാളും ബെറ്ററായിട്ട് നിങ്ങൾക്ക് വരാം. ഇനി സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ജോലി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ജോലി കണ്ടുപിടിക്കാനുള്ളൊരു സർവീസ് അതാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. എന്നാൽ ഞാൻ വേറൊരു സൈഡിൽ പോയിട്ട് നാട്ടിൽ ജോലിയുള്ള ഡോക്ടേഴ്സിന് വിദേശത്ത് ജോലി കണ്ടുപിടിക്കാനുള്ള ഒരു സർവീസാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 വെച്ച് നോക്കാൻ നേരത്ത് ജോലി ഇല്ലാത്തവരെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും ആ ഒരു വിഭാഗം ഓഡിയൻസ് പ്രൈസ് കോൺഷ്യസ് ആയിരിക്കും. നമ്മൾ നല്ല പ്രൈസിൽ നമുക്ക് അവർക്ക് വിൽക്കാനായിട്ട് പറ്റില്ല, നമ്മളുടെ സർവീസ് ചിലപ്പോൾ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇപ്പുറം ഒരു സൈഡിൽ ഡോക്ടേഴ്സിന് നമ്മൾ സെലക്ട് ചെയ്യാൻ നേരത്ത് അവർക്ക് പർച്ചേസിങ് പവർ കൂടുതലാണ്. ഡോക്ടർക്ക് ഓൾറെഡി നാട്ടിൽ ജോലി ഉണ്ട്, അപ്പോൾ അവർക്ക് നിങ്ങൾ എന്ത് പ്രൈസ് ഇട്ടാലും അത് പേ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി അവർക്കുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം ഡോക്ടർക്ക് ഇപ്പോൾ UK ദുബായിലോ ഒക്കെ ജോലി കണ്ടുപിടിക്കാനുള്ള അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സർവീസ് ആയിരിക്കാം. അപ്പോൾ ഇത് 2 ഏറ്റവും പർച്ചേസിങ് പവർ കൂടുതൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡോക്ടറെ സെലക്ട് ചെയ്യണതാണ്. ടീച്ചർ അതുപോലെ തന്നെ കുട്ടികളാണോ ടീച്ചറാണ്. അപ്പോൾ പർച്ചേസിങ് പവറുള്ള ഒരു വിഭാഗം ഓഡിയൻസിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്റ്റ് തരക്കേടില്ലാത്ത പ്രൈസിൽ നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ സെല്ല് ചെയ്താലുള്ള ഗുണം എന്താ? നമുക്ക് മാന്യമായിട്ടുള്ള പ്രോഫിറ്റ് എടുക്കുക. പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും നമുക്ക് റീഇൻവെസ്റ്റ് ചെയ്യാം, മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കാം, കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താം, ബിസിനസ് വളർത്താം. ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ നിങ്ങളുടെ സെലക്ട് ചെയ്യുന്ന ഓഡിയൻസിന് പർച്ചേസിങ് പവർ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇനി മൂന്നാമതായിട്ടുള്ളതിൽ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ആ വിഭാഗം ഓഡിയൻസിനെ ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റണം. അതായത് അവരൊരു കൂട്ടമായിട്ട് എവിടെയെങ്കിലും നമുക്ക് കിട്ടണം. അവർ കൂട്ടമായിട്ട് ഏതെങ്കിലും ഒരു ഇപ്പോൾ ഓൺലൈനിലാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ചാനലുകൾ കാണുന്നവരാണോ, അവരേതെങ്കിലും പ്രത്യേകമായിട്ട് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ, ഫേസ്ബുക്കിൽ പ്രത്യേക ഗ്രൂപ്പുകളുണ്ടോ, അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വല അങ്ങ് വീശി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിഭാഗം കസ്റ്റമേഴ്സിനെ പെട്ടെന്ന് കിട്ടും. നമ്മളുടെ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ്, നമ്മളുടെ മെസ്സേജ് പെട്ടെന്ന് തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു വിഭാഗം കസ്റ്റമറെ നിങ്ങൾ ഉദ്ദേശിക്കുകയാണ്, ആ കസ്റ്റമേഴ്സ് കാണുന്ന ഏതെങ്കിലും സോഷ്യൽ മീഡിയ ചാനലുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഓഡിയൻസ് കാണാനും നമുക്ക് വലിയ രീതിയിൽ ഓർഡറുകൾ കിട്ടാനും അത് സഹായിക്കും. അപ്പോൾ ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന വിഭാഗം ഓഡിയൻസ് ആണെങ്കിൽ നമുക്ക് നമ്മളുടെ മാർക്കറ്റിംഗ് കുറേ കൂടി എളുപ്പമായിരിക്കും. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത നമുക്ക് കുറച്ചും കൂടി ചാലഞ്ചിങ് ആയിട്ടുള്ള ഓഡിയൻസ് ആണെങ്കിൽ ഇത് നടക്കില്ല. ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവരെ
കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളുടെ ആ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ തരക്കേടില്ലാതെ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്നൊരു ഇൻഡസ്ട്രിയാണ്. അതായത് ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറരുത്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും വല്ല ന്യൂസ് പേപ്പറോ അങ്ങനെ അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സർവീസൊക്കെ കൊടുക്കണമെങ്കിൽ ന്യൂസ് പേപ്പർ ആളുകൾ വരുത്തുന്നത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ ഒരു ഇൻഡസ്ട്രി ഡെഡ് ആയിട്ടില്ലെങ്കിലും ഡൈയിങ് ആണ്, അത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പം നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ട വളർന്നുകൊണ്ടിരിക്കുന്ന മേഖലയിൽ നമ്മൾ പരമാവധി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രി വളരുന്നതോടൊപ്പം തന്നെ നമുക്കും വളരാനായിട്ട് സാധിക്കും. അപ്പോൾ കോമൺ ആയിട്ട് ഡിമാൻഡുള്ള ഇൻഡസ്ട്രികൾ നമ്മൾ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഹെൽത്ത് എല്ലാ കാലത്തും ഡിമാൻഡുള്ളൊരു സംഗതിയാണ്. കാരണം ഹെൽത്ത് ഇല്ലെങ്കിൽ ആളുകൾക്ക് അതൊരു വലിയൊരു പെയിനാണ്. ആ ഒരു പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡാണ് ശരിക്കും. ഇപ്പോൾ വെൽത്തുമായി ബന്ധപ്പെട്ടത് സാമ്പത്തികമായിട്ടില്ലെങ്കിൽ അതൊരു പെയിനാണ്. ഇപ്പോൾ സാമ്പത്തികമായി ബന്ധപ്പെട്ട മേഖലകൾ അതെപ്പോഴും ഡിമാൻഡുള്ളതാണ്. പിന്നെ അതുപോലെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട സൗഹൃദം, വിവാഹം, ഇതെല്ലാം ആളുകൾക്ക് എന്നെന്നും ആവശ്യമുള്ള സംഗതികളാണ്. അപ്പോൾ ഇത്തരം മേഖലകളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇതല്ലാത്ത മേഖലകളുണ്ട്. ഡൈയിങ് ആവരുത്. അതായത് ആ ഇൻഡസ്ട്രി താഴേക്ക് പോയിക്കൊണ്ടിരിക്കും, ഓരോ വർഷം കഴിയുന്നവരെ ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആവരുത്. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ ഒരു മേഖലയിൽ പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ നല്ല രീതിയിൽ വിറ്റഴിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ കമ്മോഡിറ്റി ബേസ്ഡ് ബിസിനസ്സൊക്കെ തുടങ്ങുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ഇതാണ്. 4 കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. നല്ല വിഭാഗം ഒരു ഓഡിയൻസിനെ നമ്മൾ കണ്ടെത്തുക. ആ തിരഞ്ഞെടുക്കുന്ന ഓഡിയൻസിന് പർച്ചേസിങ് പവർ ഉണ്ടായിരിക്കണം. നിങ്ങളിടുന്ന വില നിങ്ങൾക്ക് തന്ന് വാങ്ങാനുള്ള പർച്ചേസിങ് പവർ ഉണ്ടായിരിക്കണം. 3-മത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കണം. 4-മത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രി ആയിരിക്കണം. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. പ്രവാസികൾ നാട്ടിൽ വന്ന് ബിസിനസ് ചെയ്യുന്നവർ, ഈ ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങുന്നവർക്ക് നല്ല രീതിയിൽ ഇത് ഉപകാരപ്പെടും. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.